effects of soil or land pollution. Let us find out what are the effects of soil pollution. First one, effects on human health. Various soil pollutants affect and alter the chemical and biological properties of soil. As a result, hazardous chemicals can enter into the human body through food and water. This creates many diseases on human beings like cancer, birth defects, breathing difficulty, neurological disorders, etc. അപ്പോൾ സോയിൽ പൊല്യൂഷൻ ഒന്നാമത്തെ ഇഫക്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിലാണ്. മണ്ണിന്റെ ബയോളജിക്കലായിട്ടുള്ള രാസപരമായിട്ടുള്ള ഗുണങ്ങളിൽ മാറ്റം വരുത്തുവാൻ സോയിൽ പൊല്യൂഷൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സോയിൽ പൊല്യൂഷനിലൂടെ പലപ്പോഴും ഹസാർഡസ് ആയിട്ടുള്ള രാസവസ്തുക്കൾ മനുഷ്യന്റെ ശരീരത്തിൽ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പ്രവേശിക്കും. ഇത് മനുഷ്യന് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. ക്യാൻസർ പോലെ, ജനന വൈകല്യങ്ങൾ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള നിരവധിയ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ മണ്ണ് മലിനീകരിക്കപ്പെടുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. സെക്കൻഡ് പോയിന്റ്, ഇഫക്ട്സ് ഓൺ പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ്. Soil pollution adversely affects plants and animals. Excretes of animals contain a large number of pathogenic organisms. These pollute the soil and infect a number of animals. Radioactive materials affect the soil and soil fertility. അപ്പം മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും എങ്ങനെയാണ് ബാധിക്കുക? ഈ രണ്ടിന്റെയും വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് സോയിൽ പൊല്യൂഷൻ. പ്രത്യേകിച്ച് മൃഗങ്ങളുടെയൊക്കെ വിസർജ്യം, ധാരാളം രോഗാണുക്കളുണ്ട്. ഇത് മണ്ണിനെ പൊല്യൂട്ട് ചെയ്യും. അതുപോലെ മറ്റ് മൃഗങ്ങളിലേക്ക് രോഗങ്ങൾ പടരാനും കാരണമാണ്. അപ്പോൾ മണ്ണിന്റെ ഫെർട്ടിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കുകയും അതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയും അത് പ്രതികൂലമായി ബാധിക്കും. തേർഡ് വൺ, ഇഫക്ട്സ് ഓൺ ഇക്കോണമിയാണ്. സോയിൽ പൊല്യൂഷൻ ഈസ് കോസ്റ്റ്ലി. For removing the pollutants from the soil, a certain amount of expenditure is to be incurred. Expenditure is to be incurred to restore the original quality of the soil. Further, soil pollution leads to water pollution and water pollution leads to soil pollution. മൂന്നാമത് നമ്മൾ പറയുന്നത് ഇക്കോണമിയെ കുറിച്ച്. മണ്ണ് മലിനീകരിക്കപ്പെടുന്നത് അത് മണ്ണിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ, ആ മാലിന്യം മാറ്റണമെങ്കിൽ വലിയ എമൗണ്ട് നമ്മൾ ചെലവഴിക്കേണ്ടി വരും. അതുപോലെ മണ്ണിന്റെ തനതായിട്ടുള്ള ഗുണമേന്മ നിലനിർത്തണമെങ്കിൽ അതിനുവേണ്ടിയും ഒരുപാട് അധ്വാനം ആവശ്യമുണ്ട്, ഒരുപാട് പണം ചെലവ് വേണ്ടി വരും. അപ്പൊ മണ്ണ് മലിനീകരണം ജലമലിനീകരണത്തിലേക്ക് പോകും. വീണ്ടും ജലമലിനീകരണം മണ്ണ് മലിനീകരിക്കാൻ കാരണമാണ്. ഇത്രയുമാണ് അതിന്റെ ഇഫക്ട്സിൽ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സോയിൽ പൊല്യൂഷൻ. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സോയിൽ പൊല്യൂഷൻ. എങ്ങനെയാണ് സോയിൽ പൊല്യൂഷനെ തടയുകയും നിയന്ത്രിക്കുകയും ചെയ്യുക? നമ്മളുടെ മെത്തേഡ്സ് എന്തെല്ലാമാണ്? നമ്മളോട് ഒരു 5 മെത്തേഡ്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, എഫിഷ്യന്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. കളക്ഷൻ ഓഫ് വേസ്റ്റ് ഫ്രം വേരിയസ് പ്ലേസസ് ആൻഡ് ഡംപിംഗ് ദം ഇൻ സം ഡിസ്റ്റന്റ് പ്ലേസസ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് വേസ്റ്റ് ഷുഡ് ബി കളക്ടഡ് ഇൻ ഡിഫറെന്റ് വേസ്റ്റ് ബിൻസ്. അപ്പൊ നമുക്കറിയാം, മണ്ണ് മലിനീകരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പൂവർ വേസ്റ്റ് മാനേജ്മെന്റ്. അതിനാൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്താവണം? വളരെ എഫിഷ്യന്റ് ആണെങ്കിൽ നമുക്ക് മണ്ണ് മലിനീകരണം നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പൊ വിവിധ പ്രദേശങ്ങളുണ്ടാവും വരുന്ന മാലിന്യങ്ങളെ അത് കളക്ട് ചെയ്യുകയും ദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ചെയ്യുക. അതിലൂടെ എന്താണ്, നമുക്ക് മണ്ണ് മലിനീകരണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വിവിധ മാലിന്യങ്ങൾ, ഓരോ മാലിന്യവും വ്യത്യസ്തമായ വേസ്റ്റ് ബിന്നുകളിൽ ശേഖരിക്കുക. അപ്പോൾ സ്വാഭാവികമായി ഡിസ്പോസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമുണ്ട്. സെക്കൻഡ് വൺ, റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദി നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് can be removed from the waste and can be recycled to freshly usable
It has twofold benefits. Firstly, it reduces the consumption of original resources. Secondly, it reduces the volume of waste. Waste waste വന്ന് മണ്ണിൽ വീണ് മണ്ണ് മലിനീകരണം തടയാൻ ഒരു മാർഗം എന്ന് വെച്ചാൽ ഈ വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യുക. പല ഡീഗ്രേഡബിൾ നോൺ ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വേസ്റ്റിൽ നിന്ന് മാറ്റിയെടുത്ത് നമുക്ക് അവയെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പൊ അത് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്ന്, നമുക്ക് ഒറിജിനൽ റിസോഴ്സിന്റെ ഉപയോഗം കുറയ്ക്കാം. രണ്ട്, നമുക്ക് ഈ വേസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. തേർഡ് പോയിന്റ്, ലാൻഡ് ഫില്ലിംഗ് ആണ്. ലാൻഡ് ഫില്ലിംഗ് ബൈ ദ വേസ്റ്റ് മെറ്റീരിയൽ ഈസ് എ very effective method of solid waste control. It consists of depositing the refuse in whole or in a low land by compacting them with the soil to certain height. Most of the organic matters undergo an aerobic decomposition and later become a part of the soil. അപ്പോൾ ഇത്തരത്തില് മണ്ണ് മലിനീകരണം തടയാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ വേസ്റ്റിനെ മണ്ണിൽ കുഴിയെടുത്തുകൊണ്ട് അതിൽ നിക്ഷേപിച്ച് മണ്ണിട്ട് മൂടുകയോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ എന്താണ് ലെയർ ആയിട്ട് ഓരോ ലെയറും വേസ്റ്റ് ഇട്ടുന്നു, അത് എന്താണ് അതിന് മുകളിൽ മണ്ണിടുന്നു. അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു പരിധിവരെ മണ്ണിന്റെ മലിനീകരണം നമുക്ക് തടയാൻ സാധിക്കും. നെക്സ്റ്റ്, ഫോർത്ത് വൺ, കൺസ്ട്രക്ഷൻ ഓഫ് സാനിറ്ററി ലാട്രിൻസ് ആണ്. ദ പീപ്പിൾ ഷുഡ് ബി ഗിവൺ എഡ്യൂക്കേഷൻ ഓൺ ഹെൽത്തി ഹൈജീൻ. അറ്റ് ദി സെയിം ടൈം കൺസ്ട്രക്ഷൻ ഓഫ് സാനിറ്ററി ലാട്രിൻസ് ഹാസ് ടു ബി എൻകറേജ്. ഇവിടെ നമുക്കറിയാം ആളുകളുടെ ശുചിത്വ ബോധമില്ലായ്മയാണ്. അവർക്ക് ബോധവൽക്കരണം നൽകുക, അവർക്ക് നല്ല ലാട്രിൻ സൗകര്യങ്ങൾ അവർക്ക് നൽകുക, അതുണ്ടാക്കാനുള്ള ആനുകൂല്യങ്ങൾക്ക് അവർക്ക് കൊടുക്കുക. കൂടുതൽ നല്ല കക്കൂസുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്പൺ ഏരിയയിലൊക്കെ കൂടെ വിസർജനം നടത്തി അത് ഉണ്ടാക്കുന്ന മലിനീകരണം നമുക്ക് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ഡൈലൂഷൻ. ഇറ്റ് ഈസ് വൺ വേ ഓഫ് റിമൂവിംഗ് പൊല്യൂട്ടൻസ് ഫ്രം ദി സോയിൽ. It involves running large quantities of water through the soil to remove the pollutants. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, മണ്ണിലൂടെ ധാരാളമായി ജലം ഒഴുകിയിട്ട് മണ്ണിന്റെ മുകളിലുള്ള മാലിന്യങ്ങളെ ഒഴുകി കളയുക. അതാണ് നമ്മൾ ഡയലൂഷൻ കൊണ്ട് അർത്ഥമാക്കുക. നെക്സ്റ്റ്, അതർ മെഷേഴ്സ്. മറ്റു നടപടി എന്തൊക്കെയാണ് നോക്കാം. സ്റ്റെപ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രിവെന്റ് ആൻഡ് കൺട്രോൾ സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗം സ്വീകരിക്കുക. കാരണം എന്താണ്, മണ്ണൊലിപ്പും വരുമ്പോൾ മണ്ണിന്റെ ഫെർട്ടിലിറ്റി പോവുകയും മണ്ണ് പൊല്യൂട്ടറായി മാറുകയും ചെയ്യും. അപ്പൊ മണ്ണൊലിപ്പ് തടയാനുള്ള നടപടി സ്വീകരിക്കും. നെക്സ്റ്റ്, സ്ട്രിക്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ലെജിസ്ലേഷൻ ആൻഡ് ഇഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഷുഡ് ബി മെയ്ഡ്. രണ്ടാമത് എന്താണ്, നല്ല മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ പാസ്സാക്കുകയും അത് ശക്തമായി നടപ്പിലാക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, യൂസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ബയോ പെസ്റ്റിസൈഡ്സ് ഷുഡ് ബി എൻകറേജ്ഡ്. പരമാവധി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് പകരമായി ബയോ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുക. ജൈവ വളങ്ങളും ജൈവ കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ രാസ കീടനാശിനികളുടെയും രാസ വളങ്ങളിലൂടെയും ഉണ്ടാവുന്ന മണ്ണ് മലിനീകരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് വേസ്റ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ജനറേഷൻ ഓഫ് ബയോഗ്യാസ്. അപ്പൊ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ജൈവ മാലിന്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബയോഗ്യാസ് ഒക്കെ ഉണ്ടാക്കുക. ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഇട്ട് നമുക്ക് എന്താണ് കുക്കിംഗ് ഗ്യാസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മറ്റൊന്ന്, കാറ്റിൽ ഡങ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ദി ബയോഗ്യാസ് പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ഇൻഫ്ലേമബിൾ മീഥേൻ ഗ്യാസ്. നമുക്കറിയാം കന്നുകാലിയുടെ വിസർജ്യം അതും മലിനീകരണം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അതിലേക്ക് നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ മീഥേൻ ഗ്യാസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മണ്ണിന്റെ മലിനീകരണം തടയാനും മണ്ണിനെ സംരക്ഷിക്കാൻ നമുക്ക്. Okay, thank you.